അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സുഹാബത്തി ത്വയ്യിബീന ത്വാഹിരീന അൽഫായിസീന ബിരിദല്ലാഹ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി പരിശുദ്ധ റമദാനിലെ പുണ്യമേറിയ രാപ്പകലുകൾ ഒട്ടേറെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ് പ്രധാനമായും പരിശുദ്ധ റമദാനിലെ നോമ്പുകൊണ്ടും തറാവീഹ് കൊണ്ടുമൊക്കെ ഉദ്ദേശിക്കുന്നത്. കാരണം സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ ശുദ്ധമായ ഹൃദയവുമായി കണ്ടുമുട്ടുന്നവർക്ക് മാത്രമാണ് വിജയിക്കാനാവുക എന്നാണ് ഖുർആനിക ഭാഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ശുഅറായിൽ അള്ളാഹു പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളോ സമ്പാദ്യങ്ങളോ ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. തിന്മകളില്ലാത്ത, പാപങ്ങളില്ലാത്ത, വൃത്തികേടുകളില്ലാത്ത ശുദ്ധമായ തൂവെള്ള ഹൃദയത്തിൻ്റെ ഉടമകളാകാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? പൊതുവെ മനുഷ്യൻ്റെ സ്വഭാവം എന്നത് അവൻ ചെയ്യുന്ന തിന്മകൾ മുഖേന അവൻ്റെ ഹൃദയങ്ങളെ കറുപ്പിച്ചു കളയുക എന്നതാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതിഅ, ഏതെങ്കിലും ഒരു അടിമ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നുഖിതതു ഫീ ഖൽബിഹി നുഖ്തതൻ സൗദാ, അത് മുഖേന അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്തു വീഴും. അവൻ ആ തിന്മയിൽ ഉറച്ചു നിൽക്കുകയും തുടരുകയും ചെയ്താൽ ആ കുത്ത് വ്യാപിച്ച് വരും. അവൻ അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയും തൗബ ചെയ്യുകയും അള്ളാഹു ആ പാപം അവന് പുറത്തു കൊടുക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ നിന്ന് ആ കുത്ത് മായ്ഞ്ഞു പോവുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നീട് പ്രവാചകൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതുന്നുണ്ട്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അല്ല, മനുഷ്യർ ചെയ്തതിൻ്റെ ഫലമായി അവരുടെ ഹൃദയങ്ങളിൽ കറ വീണിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലെ ആയത്ത് പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയ ആ തിന്മകളെ മായ്ച്ചു കളയാനുള്ള ഏറ്റവും നല്ല മാർഗം ആത്മാർത്ഥമായ തൗബയാണ്, മനസ്സറിഞ്ഞുകൊണ്ടുള്ള പശ്ചാത്താപമാണ്. അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ബാഹ്യമായ ശുദ്ധീകരണത്തോടൊപ്പം വൃത്തിയും വെടുപ്പും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ ഞാനും നിങ്ങളും. കുളിക്കുന്നവരാണ്, വസ്ത്രമലക്കുന്നവരാണ്, വീടും പരിസരവുമൊക്കെ ശുദ്ധിയോടുകൂടി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. നമ്മുടെ വാഹനങ്ങൾ എപ്പോഴും നമ്മൾ കഴുകി വൃത്തിയാക്കാറുണ്ട്. ഈ ബാഹ്യമായ വൃത്തിയോടൊപ്പം നമ്മുടെ മാനസികമായ വൃത്തി കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചത്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, യുഹിബ്ബു തവ്വാബീൻ, തവ്വാബുകളെ, തൗബ ചെയ്യുന്നവരെ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുകയാണ്. വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ, ശുദ്ധീകരണം നടത്തുന്നവരെയും വൃത്തിയോടുകൂടി ജീവിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2 രീതിയിലുള്ള ശുദ്ധിയും ഒരു വിശ്വാസി ശ്രദ്ധിക്കണം എന്നാണ്. മുത്തത്വഹിർ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ശുദ്ധിയാണ്. ശരീരം, പരിസരം, വസ്ത്രം, അതുപോലെ തന്നെ വാഹനം, വീട്, ഇതൊക്കെ ശുദ്ധീകരിക്കുന്നതിനാണ് മുത്തത്വഹിർ എന്ന് പറയുക. തൗവാബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ്, മനസ്സിനെ ശുദ്ധീകരിക്കൽ. മനസ്സിനെ ശുദ്ധീകരിക്കുകയും അതോടൊപ്പം ശരീരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്താണ് തൗബ ചെയ്താലുള്ള ഏറ്റവും നല്ല ഗുണം? നമ്മുടെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിക്കുകയും അതിൽ നിന്ന് ആത്മാർത്ഥമായി നമ്മൾ പശ്ചാത്തപിക്കുകയും ചെയ്താൽ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെ അള്ളാഹുവിങ്കൽ നമുക്ക് ആയി മാറാൻ സാധിക്കും എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുപറ്റിപ്പോയ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകുന്ന, കൺകുളിർമ നൽകുന്ന, മനസ്സമാധാനം പ്രദാനം ചെയ്യുന്ന
ഒരു വാചകം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുകയാണ്, അത്തായിബു മിനദ്ദംബ് കമൻ ലാ ദംബ ലഹു. അത്തായിബു മിനദ്ദംബ്, തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ, തെറ്റുപറ്റിപ്പോയി അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങുന്നവൻ, കമൻ ലാ ദംബ ലഹു, ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ്. ഇത് തെറ്റ് ചെയ്യുന്നവർക്ക് എത്രയും തെറ്റ് ചെയ്യാം എന്നതിനുള്ള മുൻകൂർ ജാമ്യമല്ല, മറിച്ച് തെറ്റുപറ്റിപ്പോയവർക്കുള്ള ആശ്വാസവാചകമാണ്. എനിക്ക് നന്നാകാൻ അവസരമുണ്ട്, എനിക്ക് തൗബ ചെയ്യാൻ അവസരമുണ്ട്, തെറ്റ് ചെയ്യാത്തവനെപ്പോലെ എൻ്റെ റബ്ബിങ്കലായിത്തീരാൻ എനിക്ക് പരിഹാരമാർഗമുണ്ട് എന്നതിനുള്ള പരിഹാരമാർഗമാണ് തൗബ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് തന്നെ എന്താണ്? ഗാഫിരി ദംബ് ഖാബിലി തൗബ് ഷദീദിൽ ഇഖാബ്. ശരിക്കും നമ്മുടെ മനസ്സിൽ തട്ടേണ്ട ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ്, ഗാഫിരി ദംബ്, പാപം പൊറുക്കുന്നവനാണവൻ. ഖാബിലി തൗബ്, അള്ളാഹു ഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനുമാണ്. എന്നാൽ തൗബ ചെയ്യാത്തവൻ, പശ്ചാത്തപിക്കാത്തവൻ, പൊറുക്കലിനെ തേടാത്തവൻ, അവന് ശിക്ഷയും അള്ളാഹു നൽകും. അതാണ് ഷദീദിൽ ഇഖാബ്, അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസികളെന്ന നിലക്ക് നിരന്തരമായ തൗബ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസുഹ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. തൗബതൻ നസുഹ, നിഷ്കളങ്കമായ തൗബ, ആത്മാർത്ഥമായ തൗബ. കേവലം എന്തെങ്കിലും ഒരു തെറ്റു പറ്റിപ്പോയാൽ അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ എന്ന് മനസ്സറിയാതെ, ഹൃദയമറിയാതെ, നാവുകൊണ്ട് പറയലല്ല, മറിച്ച് തൗബത്തൻ നസുഹ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗബ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കണ്ണുകൾ നിറയുന്ന, ഹൃദയം വിതുമ്പുന്ന, ചുണ്ടി വിറക്കുന്ന, അള്ളാഹുവിനെക്കുറിച്ച് അങ്ങേയറ്റത്തെ ഭയം തോന്നുന്ന തൗബയാണ് ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. എന്താണ് തൗബത്തൻ നസുഹ എന്ന് പറഞ്ഞാൽ? നിഷ്കളങ്കമായ തൗബ എന്ന് പറഞ്ഞാൽ അതിന് ചില നിബന്ധനകൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാളുടെ തൗബ അത്തൗബ അസ്വഹീഹ, അത്തൗബ അൻ നസുഹ ആയി മാറണമെങ്കിൽ, നിഷ്കളങ്കമായ തൗബയായി സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണം. അതിൽ പണ്ഡിതന്മാർ ഒന്നാമതായി പറഞ്ഞത് അൽ ഇഖ്ലാഉ അനി ദംബ്, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും അവൻ ഒഴിവാവുക എന്നതാണ്. ആ ചെയ്തു പോയ തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഇനി അതിലേക്ക് അവൻ ചെയ്യാത്ത വിധം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും മാറി നിൽക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. രണ്ടാമത്തെ തൗബയുടെ നിബന്ധന അന്നദമു അലാമാ ഫാത്ത്, ആ ചെയ്തു പോയ തെറ്റിൽ അവന് ഖേദമുണ്ടാവുക, വിഷമമുണ്ടാവുക, അങ്ങേയറ്റത്തെ ഒരു മനോവിഷമം, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു തിരിച്ചറിവ്, ഒരു കുറ്റബോധം, അങ്ങേയറ്റത്തെ ഒരു സങ്കടം, പാടില്ലായിരുന്നു എന്ന ബോധം, അതാണ് അന്നദമു അലാമാ ഫാത്ത്. ചെയ്തു പോയ തെറ്റിൽ അങ്ങേയറ്റത്തെ ഖേദമുണ്ടാവുക എന്നതാണ് തൗബയുടെ രണ്ടാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മൂന്നാമത്തെ നിബന്ധന അൽ അസ്മു അല അദ്മിൽ ഔദത്തി ഇലൈഹി, ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോവുകയില്ല എന്നതാണ്. ഇനി അതിലേക്ക് തിരിച്ചെത്തുകയില്ല, ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നതാണ് മൂന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നാലാമത്തേത്, ഇത് മാനുഷികമായ അബദ്ധങ്ങളാണെങ്കിൽ, അഥവാ നാം മറ്റുള്ളവരോട് ചെയ്ത തെറ്റാണെങ്കിൽ, അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞ ഒരു നന്മ ഉപേക്ഷിച്ചതോ ചെയ്യരുത് എന്ന് പറഞ്ഞൊരു തിന്മ ചെയ്തതോ അല്ലാതെ മറ്റുള്ളവരുമായി ബന്ധമുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതവർക്ക് തിരിച്ചു കൊടുക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന ഒരു നിബന്ധന കൂടി പണ്ഡിതന്മാർ നമുക്ക് എണ്ണി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഏത് പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരിക തന്നെ ചെയ്യും. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റുപറ്റിപ്പോയ ആളുകളെ സ്നേഹത്തോടുകൂടി വിളിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, സ്വന്തം ആത്മാവുകളോട് തെറ്റുകൾ ചെയ്ത, തിന്മകൾ ചെയ്ത, അതിക്രമം കാണിച്ച എൻ്റെ അടിമകളെ എന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും എന്നാണ്. അള്ളാഹു പാപങ്ങൾ
പൊറത്തു തരാൻ കാത്തിരിക്കുമ്പോൾ നാം തൗബ ചെയ്യുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായി നാം ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്നമത് തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല. അബദ്ധത്തിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് തൗബ കൊടുക്കുക എന്നത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. സുമ്മ യതൂബൂന മിൻ ഖരീബ്, ഉടൻ തന്നെ തൗബ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു തന്നു. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഓരോ ദിവസവും ഓരോ അടിമയും ചെയ്യുന്ന പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു കൈ നീട്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുന്ന് പറഞ്ഞില്ലേ, ഇന്നല്ലാഹ അസ്സ വജൽ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല യബ്സുതു യദഹു ബില്ലൈൽ, രാത്രിയിൽ അവൻ്റെ കൈ നീട്ടി കാത്തിരിക്കുന്നുണ്ട്, ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്തവൻ അതിൽ നിന്ന് പശ്ചാത്തപിക്കാൻ വേണ്ടി, തൗബ ചെയ്യാൻ വേണ്ടി, തെറ്റു പറ്റിപ്പോയി എന്ന് അള്ളാഹുവിനോട് ഖേദിച്ച് പൊറുക്കലിനെ തേടാൻ വേണ്ടി അള്ളാഹു കാത്തിരിക്കുകയാണ്. വയബ്സതു യദഹു ബിൻ നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രിയിൽ തെറ്റ് ചെയ്തവൻ തൗബ ചെയ്യുന്നതിനു വേണ്ടി പകലിലും അള്ളാഹു കാത്തിരിക്കുന്നു. ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ അഥവാ അന്ത്യനാൾ വരെ ഈ പ്രക്രിയ തുടർന്നു പോകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോൾ നമ്മൾ അതിലൊട്ടും കുറവ് വരുത്താൻ പാടില്ല. പല ആളുകളും വിചാരിച്ചത് അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അതിനു മാത്രം തിന്മകളും പാപങ്ങളൊന്നും എന്നിൽ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചിലരെങ്കിലും വിചാരിക്കാറുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അള്ളാഹുവിനോട് നിരന്തരമായി തൗബ ചെയ്തിരുന്നു എന്നാണ് പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മറ, ഞാൻ തന്നെയും ഒരു ദിവസം അള്ളാഹുവിലേക്ക് 100 തവണ തൗബ ചെയ്യുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്വഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു സദസ്സിലിരുന്നാൽ ഞങ്ങൾ 70-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലല്ലാഹ്, അള്ളാഹുവെ പുറത്തു തരണേ, ഞങ്ങളിതാ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, ഞങ്ങളിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു എന്നിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാനൊക്കെ തൗബ ചെയ്യാൻ മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ധാരണയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ കണ്ടതും കേട്ടതും പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതുമായ ചെറുതും വലുതുമായ ധാരാളം തിന്മകൾ അത് പുറത്തു കിട്ടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താ, മനുഷ്യരൊക്കെയും തെറ്റുപറ്റുന്ന ആളുകളാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, അങ്ങനെ തെറ്റുപറ്റിപ്പോകുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മറ്റു ചിലരുടെ ധാരണ ഞാനൊന്നും ഇനി തൗബ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ്. ഒരുപാട് തെറ്റുകൾ എൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ടല്ലോ, ഇതൊന്നും അള്ളാഹു പുറത്തു തരില്ല, എനിക്കൊന്നും ഇനി തൗബയില്ല എന്ന് ചിലരെങ്കിലും വിചാരിക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഏത് പാപങ്ങളാണെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു കൊടുക്കും എന്നാണ്. അതിനുള്ള വാചകങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഒരൊറ്റ വാചകം തന്നെയും എത്ര മഹത്വമുള്ള വാചകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തൂബ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ, ആരുടെയെങ്കിലും രേഖയിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളമായി കാണുന്നുവെങ്കിൽ അവന് എൻ്റെ മംഗളാശംസകൾ എന്നാണ്. സഹോദരങ്ങളെ, നന്മയും തിന്മയും രേഖപ്പെടുത്തിയ രേഖ പരലോകത്ത് കയ്യിൽ കിട്ടുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാനിതാ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന വാചകം അതിൽ ധാരാളമുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ആശംസകൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആശീർവദിക്കുകയാണ്. സ്വർഗത്തിൽ തൂബ എന്ന് പറയുന്ന മരച്ചുവട്ടിലെത്താൻ അവർക്ക് സൗഭാഗ്യമുണ്ടാകുമെന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മറ്റൊരു വാചകം നോക്കൂ നിങ്ങൾ. പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് ചൊല്ലിയാൽ, തൗബക്ക് പറ്റുന്ന ചില വാചകങ്ങളാണ് പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് ചൊല്ലിയാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അസ്തഗ്ഫിറുല്ലാഹ്, ഞാനിതാ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം,
അള്ളാഹു അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. ആ അള്ളാഹുവിനോട് ഞാനിതാ പൊറുക്കലിനെ തേടുന്നു എന്ന് ഒരാൾ പറയുകയും വഅതൂബു ഇലൈഹി എന്ന് ചൊല്ലുകയും ചെയ്താൽ, പടയിൽ നിന്ന് തിരിഞ്ഞോടുക എന്ന തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കുമെന്നാണ്. 7 മഹാപാപങ്ങളിൽ അസ്സബ്ഉൽ മൂബിഖാത്ത്, 7 മഹാപാപങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞില്ലേ? അശ്ശിർക്കു ബില്ലാ, 1 അതിൽ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, 2 മാരണമാണ്, 3 മനുഷ്യവധമാണ്, 4 പലിശ ഭുജിക്കലാണ്, 5 അനാഥകളുടെ സ്വത്ത് ഭുജിക്കലാണ്, 6 പടയിൽ നിന്ന് തിരിഞ്ഞോടലാണ്, 7 സദ്വൃത്തരെക്കുറിച്ച് അപവാദം പറയലാണ്. അപ്പോൾ വലിയ പാപങ്ങളിൽ 6ാമതായി എണ്ണിയ ഒപ്പമുള്ളവരെ വഞ്ചിച്ച് യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുക എന്ന തെറ്റു ചെയ്തവനാണെങ്കിൽ പോലും അവന് പാപം പൊറുക്കുന്ന പ്രാർത്ഥനാ വാചകമാണ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രവുമല്ല സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരവുമൊക്കെ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് അവിടുന്ന് വിശദീകരിച്ചിട്ടുള്ള പ്രാർത്ഥന നാം ചൊല്ലുന്നുവെങ്കിൽ രാവിലെ അത് ചൊല്ലുകയും അവൻ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെയാണ് അത് ചൊല്ലുന്നതെങ്കിൽ വൈകുന്നേരമാകും മുമ്പ് അവൻ മരണപ്പെട്ടാൽ അവന് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രാത്രിയിൽ ഒരാളത് ചൊല്ലുകയും നേരം പുലരും മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ അവന് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്താൽ, നാം പശ്ചാത്തപിച്ചാൽ, നാം ഖേദിച്ചു മടങ്ങിയാൽ കുറ്റമറ്റൊരു ഹൃദയത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് സാധിക്കും എന്നു മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകളെ കൂടി നന്മകളാക്കി മാറ്റിത്തരും എന്നാണ്. ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ല, അവർ മനുഷ്യരെ കൊന്നുകളയുകയില്ല, അവർ വ്യഭിചരിക്കുകയില്ല, അതെങ്ങാനും ചെയ്താൽ അവർ പാപഫലം കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് അവർക്ക് ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കും, ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവാകുന്ന ചിലരെ പഠിപ്പിച്ചു. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഇതായിരിക്കണം ഇന്നത്തെ ഈ സംസാരത്തിൽ നിന്ന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വാചകം. എന്താണ് അള്ളാഹു പറയുന്നത്? തെറ്റുപറ്റിപ്പോയ ആളുകൾക്ക് ശിക്ഷ കിട്ടാതിരിക്കാനുള്ള മാർഗമായി അള്ളാഹു പറയുകയാണ് ഇല്ലാമൻ താബ, ഒരാൾ പശ്ചാത്തപിക്കുകയും, വ ആമന വിശ്വസിക്കുകയും, വ അമില അമലൻ സ്വാലിഹ നല്ല നല്ല കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയാക്കി മാറ്റി കൊടുക്കുന്നതാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഗഫൂറായ, ഏറെ പൊറുക്കുന്ന, ഗഫാറായ, എത്ര തവണയും പൊറുക്കുന്ന, ഗാഫിറായ, പാപം പൊറുക്കുന്ന അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പൊറുക്കലിനെ തേടുക, നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. ഞാനും നിങ്ങളുമൊക്കെ തൗബ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് നാം തൗബ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ മുന്നിൽ തൻ്റെ വിഷമം പറഞ്ഞുകൊണ്ട് തെറ്റുപറ്റിപ്പോയി എന്ന് ഖേദിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ വിശ്വാസികളെ ഈ പരിശുദ്ധ റമളാൻ നാം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും നല്ല വിജയികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവൻ്റെ അടിമകൾ പാപം ചെയ്തിട്ട് അതിനത് ഖേദമുണ്ടാവുകയും അവൻ 2 റക്അത്ത് വുളുവെടുത്ത് ശുദ്ധമായി 2 റക്അത്ത് നമസ്കരിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ആ പാപമൊക്കെയും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഒരു അടിമയെ അവൻ തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുന്നത് കാണുമ്പോൾ സന്തോഷത്തോടെയാണ് അള്ളാഹു സ്വീകരിക്കുക എന്നാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, അള്ളാഹു നാം ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്തില്ലെങ്കിലും നമുക്ക് കൂലി തരുന്നു. ആ നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം തരുന്നു. ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് പാടില്ലല്ലോ എന്നോർത്ത് മാറി നിന്നാൽ നന്മയായി രേഖപ്പെടുത്തുന്നു. ഇനി ഒരു തെറ്റ് ചെയ്താലോ അതിനല്ലാഹു നമുക്ക് ഒരു ശിക്ഷ മാത്രം തരുന്നു. ഇനി അതിൽ നിന്ന് തൗബ ചെയ്താലോ ഒരു ശിക്ഷയും തരാതെ സന്തോഷത്തോടെ നമ്മെ സ്വീകരിക്കുന്നു. ആ കാരുണ്യവാനായ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ തൗബയുടെ ഒരു മാസമായി ഈ പരിശുദ്ധ റമളാൻ മാസത്തെ നാം കാണുക. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നാം തൗബ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങി പാപങ്ങളില്ലാത്ത മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ
നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.